ഹലോ ഓൾ, വെൽക്കം ടു ഏണസ്റ്റ് അക്കാഡമി. അപ്പൊ ഇന്ന് നമ്മൾ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇലക്ട്രോണിക്സ് PWD എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യാനായിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോ. ഇപ്പം എല്ലാവരും കുറേ നാളായിട്ട് കാത്തിരുന്ന നമ്മളെല്ലാവരും ഒരുപാട് പേര് പ്രിപ്പയർ ചെയ്ത് എഴുതിയ എക്സാം ആയിരുന്നു അസിസ്റ്റന്റ് എഞ്ചിനീയർ. സോ സിലബസ് പോലെ തന്നെ എല്ലാ മോഡ്യൂളിൽ നിന്നും ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ആ ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ് ഒക്കെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഇത് സർക്യൂട്ട്സ് എന്ന് പറഞ്ഞ മോഡ്യൂളിൽ നിന്നാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സെറ്റ് ഡി ആണ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. വന്നിരിക്കുന്നത്. അതിനകത്ത് മോസ്ഫെറ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പൊ അതിന്റെ ഫാബ്രിക്കേഷൻ സമയത്ത് തന്നെ നമ്മൾ പഠിക്കും മോസ്ഫെറ്റിനകത്ത് അല്ലെ, മോസ്ഫെറ്റ് സെമി കണ്ടക്ടർ എടുക്കും. ദെൻ ദർ വിൽ ബി അതിന്റെ മുകളിൽ എന്താ ഉള്ളത്, ഒരു മെറ്റൽ ഉണ്ടാവും, അതായിരിക്കും നമ്മുടെ ഗേറ്റ്. ദെൻ ദിസ് ഈസ് ദ സെമി കണ്ടക്ടർ. അതിന്റെ ഇടയ്ക്കാണ് നമ്മൾ ഓക്സൈഡ്, തിൻ ലെയർ ഓഫ് ഓക്സൈഡ് ഫാബ്രിക്കേറ്റ് ചെയ്യുന്നത്. ഗേറ്റ് ഓക്സൈഡ് ഇസ് എ തിൻ ഇൻസുലേറ്റിംഗ് ലെയർ സെപ്പറേറ്റിംഗ്. അത് റൈറ്റ് ആൻസർ ആണ്. അതുപോലെ തന്നെ അടുത്ത മോസ്ഫെറ്റിന്റെ ക്ലാസിഫിക്കേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ, എൻഹാൻസ്മെന്റും ഡിപ്ലീഷൻ മോസ്ഫെറ്റ് പഠിച്ചിട്ടുണ്ട്. ഡിപ്ലീഷൻ മോസ്ഫെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എല്ലായ്പ്പോഴും ഓൺ ആയിരിക്കും. അത് ഓൾറെഡി ഒരു ബിൽറ്റ് ഇൻ ചാനൽ കാണും. എൻഹാൻസ്മെന്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. നമ്മളൊരു വോൾട്ടേജ് അപ്ലൈ ചെയ്ത്, ഗേറ്റിൽ ഒരു വോൾട്ടേജ് അപ്ലൈ ചെയ്ത് ത്രഷോൾഡ് വോൾട്ടേജിനെക്കാട്ടിയും ഗ്രേറ്റർ ആയിട്ടുള്ള ഒരു വോൾട്ടേജ് ഗേറ്റിൽ അപ്ലൈ ചെയ്താൽ മാത്രമേ എൻഹാൻസ്മെന്റ് മോഡ് മോസ്ഫെറ്റ് ഓൺ ആവുള്ളൂ, ഒരു ചാനൽ അവിടെ ക്രിയേറ്റഡ് ആവുള്ളൂ. അതും ശരിയാണ്. ഓപ്ഷൻ ബിയും അപ്പൊ ശരിയാണ്. വിച്ച് ഈസ് ദ റോങ് ആൻസർ? മോസ്ഫെറ്റ് ചാനൽ ഈസ് ദ റീജിയൻ ബിറ്റ്വീൻ ഗേറ്റ് ആൻഡ് ഡ്രെയിൻ വെയർ ദ കറന്റ് ഫ്ലോ. സോ ദാറ്റ് ഈസ് a wrong answer. So the wrong statement എന്ന് പറയുന്നത് it is option D. റീസൺ എന്ന് പറയുന്നത് ബിറ്റ്വീൻ ഗേറ്റ് ആൻഡ് ഡ്രെയിൻ അല്ല, ആ ചാനൽ എന്ന് പറയുന്നത് ആക്ച്വലി ഇറ്റ് ഈസ് ബിറ്റ്വീൻ സോഴ്സ് ആൻഡ് ഡ്രെയിൻ ആണ്, വേർ ദ കാരിയേഴ്സ് ഫ്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ചാനൽ ലെങ്ത് മോഡുലേഷൻ ലാംഡ. അത് നമ്മൾ മോസ്ഫെറ്റിന്റെ ബേസിൽ പഠിക്കുന്നതാണ്. ചാനൽ ലെങ്ത് മോഡുലേഷന്റെ അതിനകത്ത് ഡ്രെയിൻ കറന്റിനകത്ത് ഇക്വേഷനകത്തൊക്കെ നമ്മൾ ഈ ചാനൽ മോഡുലേഷൻ പാരാമീറ്റർ നമ്മൾ പഠിക്കുന്നുണ്ട്. അതിട്ടുള്ള ഡ്രെയിൻ കറന്റ് ഇക്വേഷനും പഠിക്കുന്നുണ്ട്. അപ്പം മോസ്ഫെറ്റ് സാച്ചുറേഷൻ റീജിയൻ ഒക്കെ ചോദിച്ചിരിക്കുന്നത് ഈ ചാനൽ ലെങ്ത് മോഡുലേഷൻ പാരാമീറ്റർ ലാംഡ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇറ്റ് ഈസ് വാട്ട്. സോ ഈ ചാനൽ ലെങ്ത് മോഡുലേഷൻ പാരാമീറ്റർ എന്ന് പറഞ്ഞാൽ ഒരു പവർ ഫാക്ടർ പാരാമീറ്റർ അല്ല. ആൻസർ ഡയറക്ട്ലി നമുക്ക് എഴുതാം. ദാറ്റ് ഈസ് ഇറ്റ്സ് എ പ്രോസസ് ഡിപ്പെൻഡന്റ് പാരാമീറ്റർ ആണ്. കാരണം അത് ഈ ഒരു ചാനൽ ലെങ്ത് മോഡുലേഷൻ എന്ന് പറയുന്നത് ആക്ച്വലി ഇറ്റ് ഈസ് ഡിപ്പെൻഡിങ് ഓൺ ഒരു സെമി കണ്ടക്ടറിന്റെ ജോമെട്രി. അവിടെ നമ്മൾ അതിന്റെ വിത്തും ലെങ്തും ഒക്കെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നുണ്ട് ആ ഒരു ടൈമിൽ, ഇതിന്റെ ഒരു ഡെറിവേഷൻ ടൈമിൽ. സോ ഈ ഇതെന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡിപ്പെൻഡിങ് ഓൺ ഡിവൈസ് ജോമെട്രി ആൻഡ് ദ പ്രോസസ് ടെക്നോളജിയാണ് അത് ഡിറ്റർമൈൻ ചെയ്യുന്നത്. അല്ല പവർ ഫാക്ടറിനെയോ റെസിസ്റ്റൻസിനെയോ ഒന്നുമല്ല. സോ ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫ്രം ദ equivalent circuit of two transistor model, open SCR, if the common base current gain തന്നിട്ടുണ്ട് alpha 1 and alpha 2, anode current I തന്നിട്ടുണ്ട്, becomes infinity under the condition. കണ്ടീഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. സോ കണ്ടീഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓപ്ഷൻ സി. ആൽഫ 1 പ്ലസ് ആൽഫ 2 ഇസ് ഈക്വൽ ടു 1. എന്നാലേ നമ്മുടെ ആ ഒരു ആനോഡ് കറന്റിന്റെ അവിടെ എന്താണ് ആ ഒരു ഡിനോമിനേറ്ററിൽ 0 വരത്തുള്ളൂ. And it will go to infinity. So option C is the right answer. Now ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് വിച്ച് വൺ ഈസ് ദ ബെസ്റ്റ് ട്രൂ സ്റ്റേറ്റ്മെന്റ് ഇൻ ദ പവർ ഇലക്ട്രോണിക്സ്. അപ്പം ഇതിനകത്ത് എയും റൈറ്റ് ആണ്, ബിയും റൈറ്റ് ആണ്. സോ ആൻസർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. ബോത്ത് ആർ ട്രൂ സ്റ്റേറ്റ്മെന്റ്സ് ആണ്. എയും ബിയും രണ്ടും ട്രൂ സ്റ്റേറ്റ്മെന്റ്സ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, കളർ കോഡ് ഓഫ് 2.7K. അത് വീണ്ടും ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു. കളർ കോഡ് ഓഫ് കളർ കോഡ് ഓഫ് 2.7K റെസിസ്റ്റർ വിത്ത് ടോളറൻസ് വാല്യൂ തന്നിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് ഗോൾഡ് ആണ് നമുക്ക് എടുക്കാൻ പറ്റും. സോ ഓപ്ഷൻ എയോ സിയോ ആണ്. അതിനകത്ത് 27K അല്ലേ, 27K എന്ന് പറയുമ്പോഴത്തേക്കും പെട്ടെന്ന് 2 വെച്ച് തന്നെ നമുക്ക് ആൻസർ പറയാം. 2 എന്ന് പറയുമ്പോഴത്തേക്കും VVR അല്ലേ, 0
1, റെഡിന് 2 ആണ്. സോ 2 എന്ന് പറയുമ്പോഴത്തേക്ക് റെഡ് വെച്ച് വേണം തുടങ്ങാൻ. ആൻഡ് അതിന്റെ ടോളറൻസ് വാല്യൂ തന്നിട്ടുണ്ട്. സോ റെഡ്, വയലറ്റ്, റെഡ്, ഗോൾഡ് തന്നെയാണ് അതിന്റെ ആൻസർ അല്ലേ. അല്ലെങ്കിൽ നോക്കുവാണെങ്കിൽ 2.7K ആണ്. ദാറ്റ് ഈസ് 27 ഇൻറ്റു 10⁻². ഇത്രയും ഓംസ് ആണ്. ദാറ്റ് ഈസ് 2.7K. ഓക്കെ, 2 എന്ന് പറയുമ്പോഴത്തേക്ക് ഇറ്റ് ഈസ് റെഡ്, 7 വയലറ്റ്, ആൻഡ് ഓൾസോ ഈ പവർ എന്ന് പറയുന്നത് അഗൈൻ ഇറ്റ് ഈസ് റെഡ്. സോ ആൻസർ ഈസ് ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. അടുത്തെന്താണ്? നീ വോൾട്ടേജ് ഓഫ് സിലിക്കൺ ആൻഡ് ജെർമേനിയം ഡയോഡ്സ്. അഗെയിൻ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, സിലിക്കൺ ജെർമേനിയം ഡയോഡിന്റെ നീ വോൾട്ടേജ് ഏതാണ്? സിലിക്കണ്ടത് 0.7, ആ കട്ട് ഓഫ് വോൾട്ടേജ് ആണ് ചോദിച്ചിരിക്കുന്നത്. ജെർമേനിയം വോൾട്ടേജിന്റെ എത്രയാണ്? 0.3 ആണ്. ഓക്കെ, തിരിഞ്ഞു പോകരുത്. ഈ ഓപ്ഷൻ എയും ഡിയും ആയിട്ട് തിരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ 0.7 ആൻഡ് 0.3 ആണ് റൈറ്റ് ആൻസർ. സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് അല്ലേ. നല്ല പ്രോബ്ലംസ് ഒക്കെ ചോദിക്കാൻ വരുന്നു. പക്ഷെ എത്ര സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത് നോക്കിയേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. LED പഠിക്കുന്ന ഒരാൾ പ്രിപ്പയർ ചെയ്യും അല്ലേ. അതിനകത്ത് ബ്ലൂ കളർ എമിറ്റ് ചെയ്യുന്നത് എന്ത് മെറ്റീരിയൽ ഉള്ളപ്പോഴാണ്, റെഡ് എമിറ്റ് ചെയ്യുന്നത്, ഗ്രീൻ എമിറ്റ് ചെയ്യുന്നത് ഒക്കെ നമ്മൾ പഠിക്കുന്നത് തന്നെയാണ്. സോ ഇതിനകത്ത് മെറ്റീരിയൽ, ആ ബ്ലൂ കളർ എമിറ്റ് ചെയ്യണമെങ്കിലുള്ള മെറ്റീരിയൽ എന്ന് പറയുന്നത് ഗാലിയം നൈട്രൈഡ് ആണ്. സോ ആൻസർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓപ്ഷൻ എ. ഓക്കെ, ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ബീറ്റ ഓഫ് എ ട്രാൻസിസ്റ്റർ തന്നിട്ടുണ്ട് 99. എമിറ്റർ കറണ്ട്. എഗെയിൻ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് അല്ലെ. ഏറ്റവും ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വീണ്ടും ബീറ്റ തന്നിട്ടുണ്ട്, എമിറ്റർ കറണ്ട് തന്നിട്ടുണ്ട്, കളക്ടർ കറണ്ട് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഇത് ചെയ്യാത്തായിട്ട് ആരും ഉണ്ടാവില്ല. സർക്യൂട്ട്സ് പഠിക്കുമ്പോൾ നമ്മൾ BJT തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ പഠിക്കുന്ന കാര്യമാണ്. ഓക്കെ, നമുക്കറിയാം എമിറ്റർ കറണ്ട് എന്ന് പറയുന്നത് എന്താണ്? ബേസ് കറണ്ട് പ്ലസ് എന്താണ്? കളക്ടർ കറണ്ട് ആണ് അല്ലെ. ആൻഡ് കളക്ടർ കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആ BJTയുടെ ഗെയിൻ. ഓക്കെ, ദാറ്റ് ഈസ് ബീറ്റ ടൈംസ് എന്താണ്? IB ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് IE എന്താ എഴുതാം? IE ഈസ് ഈക്വൽ ടു IB പ്ലസ് IC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ബീറ്റ IB ആണ്. Or taking IB common, it is 1 plus beta times IB. അപ്പൊ IB കാൽക്കുലേറ്റ് ചെയ്യണം. അതല്ലേ ചോദിച്ചിരിക്കുന്നത്. സോറി, ചോദിച്ചിരിക്കുന്നത് എന്താണ്? എമിറ്റർ കറണ്ട് എന്നിട്ട് കളക്ടർ കറണ്ട് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ കളക്ടർ കറണ്ട് കണ്ടുപിടിക്കണമെങ്കിൽ ബേസ് കറണ്ട് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഈസി. സോ ബേസ് കറണ്ട് ഈസ് ഈക്വൽ ടു ഓക്കെ എമിറ്റർ കറണ്ട് ഡിവൈഡഡ് ബൈ 1 പ്ലസ് ബീറ്റ. ഓക്കെ, എമിറ്റർ കറണ്ട് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ 5 മില്ലി ആംപിയർ ഡിവൈഡഡ് ബൈ, ആൻസർ ഓപ്ഷൻ എല്ലാം മില്ലി ആംപിയർ, സോ കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഡിവൈഡഡ് ബൈ ഇറ്റ് ഈസ് 100, ദാറ്റ് ഈസ് സോ 0.05 മില്ലി ആംപിയർ എന്ന് കിട്ടും. ഓക്കെ, എന്താണ്? IE. IC എന്താണ്? IC ഈസ് ഈക്വൽ ടു ബീറ്റ ടൈംസ് ഓക്കെ ദാറ്റ് ഈസ് 99 ഇൻറ്റു 0.05. അപ്പൊ ഇവിടെ കൺഫ്യൂസ് ചെയ്യാനായിട്ട് ആ പോയിന്റിനകത്തൊക്കെ നല്ല വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് 99 അപ്രോക്സിമേറ്റ് ചെയ്ത് 100 ആയിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. ഓക്കെ, കറക്റ്റ് അങ്ങനെ തന്നെ ചെയ്യണം. സോ ആൻസർ എന്ത് കിട്ടും നിങ്ങൾക്ക്? 4.95 മില്ലി ആംപിയർ എന്നാണ് ആൻസർ കിട്ടുന്നത്. ഓക്കെ, സോ ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് വിച്ച് വൺ is the best true statement in case of semiconductor diode breakdown mechanism. Okay, Zener avalanche breakdown mechanism വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ്. വീണ്ടും സർക്യൂട്ട്സിൽ നിന്ന് അതുകൊണ്ട് ഒരു ക്വസ്റ്റ്യൻ ആണ് വന്നിരിക്കുന്നത് അല്ലെ. അപ്പൊ നമുക്കറിയാം സെനർ ബ്രേക്ക് ഡൗൺ എന്ന് പറയുമ്പോഴത്തേക്കും ഓക്കെ സെനർ ബ്രേക്ക് ഡൗൺ ഓക്കെ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് കോസ്ഡ് ഡ്യൂ ടു വാട്ട് അല്ലെ. വളരെ സ്ട്രോങ് ഇലക്ട്രിക് ഫീൽഡ് കാരണമാണ് സെനർ ബ്രേക്ക് ഡൗൺ നടക്കുന്നത് അല്ലെ. അവലാഞ്ചെ ബ്രേക്ക് ഡൗണോ? ഓക്കെ, അവലാഞ്ചെ ബ്രേക്ക് ഡൗൺ, അവലാഞ്ചെ മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. സോ അവലാഞ്ചെ ബ്രേക്ക് ഡൗൺ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡ്യൂ ടു ആ കരിയർ കൊളീഷൻ കാരണം. ഓക്കെ, കരിയർ കൊളീഷൻ കാരണമാണ് അത് നടക്കുന്നത്. അപ്പൊ ഇവിടെ പറഞ്ഞിട്ടുണ്ട് എ എന്ന് പറയുന്നത് Zener breakdown occurs due to strong electric field. Right ആണ്. B. Avalanche breakdown is due to the collision. Okay, that is also true because an electron varum, it will collide with an atom. Okay, again a bond breaking, again electrons are generated. അങ്ങനെയാണ് avalanche breakdown നടക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? Both the statements are true. So 9th one in the option D is the right answer. Next question നോക്കിക്കേ. In the cutoff റീജിയൻ ഓഫ് എ ബൈപോളർ, അത് ഏറ്റവും സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് അല്ലെ. BJTക്ക് നമ്മൾ പറയുന്നുണ്ട് ആക്റ്റീവ് റീജിയൻ ഉണ്ട്, കട്ട് ഓഫ് റീജിയൻ ഉണ്ട്, സാച്ചുറേഷൻ റീജിയൻ ഉണ്ട്, പിന്നെ റിവേഴ്സ് ആക്റ്റീവ് എന്നും പഠിക്കാറുണ്ട്. അപ്പൊ ഇതിനകത്ത് ചോദിച്ചിരിക്കുന്നത് കട്ട് ഓഫില് നമ്മുടെ BJT ഓപ്പറേറ്റ് ചെയ്യണമെങ്കിൽ ഉള്ള കണ്ടീഷനാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, നമുക്കറിയാം കട്ട് ഓഫില് എന്താണ്? കട്ട് ഓഫില് കറണ്ട് ഫ്ലോ ചെയ്യുമോ?
ഇല്ല, കറണ്ട് വിൽ നോട്ട് ഫ്ലോ. അപ്പൊ അതിനകത്ത് തന്നെ ആദ്യം ഒരു ഇതുണ്ട്, നോ കറണ്ട് ഫ്ലോ. സി, അതിനകത്തുനിന്ന് തന്നെ നമുക്ക് എടുക്കാം. അപ്പൊ ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, ബേസ് എമിറ്റർ ജംഗ്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് റിവേഴ്സ് ബയാസ്ഡ് ആണ്. ഓക്കെ, സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ എ, നോ കറണ്ട് വിൽ ഫ്ലോ. മറ്റേ നോക്കിയ ബേസ് എമിറ്റർ ജംഗ്ഷൻ ഫോർവേഡ്, ഇതെന്ന് പറയുമ്പോഴത്തേക്ക് ആക്റ്റീവ് റീജിയൻ ആണ്, അത് പറ്റത്തില്ല. ബേസ് എമിറ്റർ ജംഗ്ഷൻ ഫോർവേഡ് ബയാസ്ഡ്, കളക്ടർ സോറി, ഇത് രണ്ടും ഫോർവേഡ് ബയാസ്ഡിന്റെ ആണ്. ഓക്കെ, ഇത് ആക്റ്റീവ് റീജിയന്റെ ആണ് പറഞ്ഞിരിക്കുന്നത്. കട്ട് ഓഫ് എന്ന് പറയുമ്പോഴത്തേക്ക് ബേസ് എമിറ്റർ ജംഗ്ഷൻ എന്ന് പറയുന്നത് റിവേഴ്സ് ബയാസ്ഡ് ആണ് ആൻഡ് നോ കറണ്ട് വിൽ ഫ്ലോ. സോ ആൻസർ ഈസ് ഓപ്ഷൻ എ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് PLL നെ ബേസ് ചെയ്തിട്ട് ഡയറക്ട്ലി ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ഒരു ഇക്വേഷൻ തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. ഇൻ 565 ഫ്രീ റണ്ണിംഗ് ഫ്രീക്വൻസി, വാട്ട് ഈസ് ദ അപ്രോക്സിമേറ്റ് വാല്യൂ ഓഫ് ദ എക്സ്റ്റേണൽ റെസിസ്റ്റർ? ഓക്കെ, ആൻഡ് വി ഹാവ് എ ഫോർമുല F is equal to 0.3 times divided by RC. Okay, where R can be calculated as 0.3 by FC. Okay, so that is equal to 0.3 divided by frequency എത്രയാണ്? Okay, 3000 into 3 കിലോ ഹെർട്സ് അല്ലേ, ആൻഡ് കപ്പാസിറ്റർ വാല്യൂ തന്നിട്ടുണ്ട് 0.01. ഓക്കെ, അതിന്റെ കപ്പാസിറ്റൻസ് വാല്യൂ തന്നിരിക്കുന്നത് 10⁻⁻6 ആണ്. സോ 0.01 into 10⁻⁻6. ആൻസർ എന്ത് കിട്ടും? ആൻസർ യു വിൽ ഗെറ്റ് ഇറ്റ് ആസ് 10 കിലോ ഓംസ് കിട്ടും. സോ ആൻസർ ഈസ് ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 555 ടൈമർ സർക്യൂട്ടിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ആണ്. 555 ടൈമർ സർക്യൂട്ട് ഇസ് വയർഡ് ആസ് ഷോൺ. നമ്മൾ പഠിക്കുന്ന സ്റ്റാൻഡേർഡ് ഫിഗർ തന്നെയാണ് അല്ലെ 555 ICയുടെ. ഇവിടെ ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ദ ഡ്യൂട്ടി സൈക്കിൾ എന്നാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. സോ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഡയറക്ട്ലി നമുക്ക് ഫോർമുല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഫോർമുല എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡ്യൂട്ടി സൈക്കിൾ. ഓക്കെ, ഡ്യൂട്ടി സൈക്കിൾ ഡി. ഓക്കെ, ഇറ്റ് ഈസ് R1 പ്ലസ് R1ന്റെ R2ന്റെ ഒക്കെ വാല്യൂ ക്വസ്റ്റിൽ തന്നിട്ടുണ്ട്, ഡിവൈഡഡ് ബൈ R1 plus 2R2. Okay. R1ന്റെ വാല്യൂ എത്ര തന്നിരിക്കുന്നത്? 10 plus 20 divided by 10 plus 40. Okay. That is 30 divided by, we'll get it as 50. Okay. എത്ര പെർസെൻറ്റേജ് ആണ് ചോദിച്ചിരിക്കുന്നത്? So into 100. So you will get 60%. 60% is the right answer. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇതും ഹാർഡ്ലിയുടെ ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ അതിന്റെ അകത്തുനിന്നുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് അടുത്തത് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, പക്ഷെ ഇവിടെ രണ്ട് കേസ് ആയിട്ടാണ് തന്നിരിക്കുന്നത്. ഒരു ഹാർഡ്ലി ഓസിലേറ്റർ സർക്യൂട്ട്. ഓക്കെ, അതിനകത്ത് 2 ഐഡന്റിക്കൽ ഇൻഡക്ടേഴ്സ് ഉണ്ട്. L1 L2ന്റെ വാല്യൂ തന്നിട്ടുണ്ട്. ഓക്കെ, ഈ ഇൻഡക്ടേഴ്സിനെ ഓക്കെ റീപ്ലേസ് ചെയ്യാണ് വിത്ത് 1 മൈക്രോ ഹെൻറി ഇൻഡക്ടേഴ്സ് വരുവാണെങ്കിൽ വാട്ട് വിൽ ഹാപ്പൻ ടു ദ ഓസിലേഷൻ ഫ്രീക്വൻസി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ വി നോ വാട്ട് ഈസ് ദ ഇക്വേഷൻ ഫോർ ഫ്രീക്വൻസി? ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു 1/2 റൂട്ട് ഓഫ് L ഇക്വലന്റ് ഇൻറ്റു C. ഇവിടെ L എന്ന് പറയുന്നത് എത്രയാണ്? ഇറ്റ് ഈസ് L1 plus L2 ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ L ഇക്വലന്റ് എന്ന് പറയുന്നത് 10 plus 10, that is 20 മൈക്രോ ഹെൻറി ആണ്. ഓക്കെ, ലേറ്റർ ഓൺ L1 മൈക്രോ ഹെൻറി ആകുമ്പോൾ ദാറ്റ് L ന്യൂ എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി 1 plus 1, that is equal to എത്രയാണ്? 2 മൈക്രോ ഹെൻറി ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ രണ്ട് കേസ് നമ്മൾ ഫ്രീക്വൻസി കണ്ടുപിടിച്ചിട്ട് എന്ത് ചെയ്താൽ മതി? ഡിവൈഡ് ചെയ്താൽ മതി. ഓക്കെ, ആദ്യത്തെ കേസിൽ യു സബ്സ്റ്റിറ്റ്യൂട്ട് L, ബാക്കി 2πയും കപ്പാസിറ്റൻസും എല്ലാം ക്യാൻസൽഡ് ആയി പോകും. ഓക്കെ, ദാറ്റ് ഈസ് F ഡിവൈഡഡ് ബൈ F ന്യൂ ഡിവൈഡഡ് ബൈ F ഓൾഡ്. ഓക്കെ, ആ റേഷ്യോ എന്ന് പറയുന്നത് ഇവിടെ എഴുതാം, F ന്യൂ ഡിവൈഡഡ് ബൈ ദാറ്റ് F ഓൾഡ്. ഓക്കെ, ഇറ്റ് വിൽ ബി ഈക്വൽ ടു റൂട്ട് ഓഫ്, ബിക്കോസ് ഈ 1/2πc എല്ലാം ക്യാൻസൽ ചെയ്തു എല്ലിന്റെ ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, ദാറ്റ് ഈസ് റൂട്ട് ഓഫ് 20 ഡിവൈഡഡ് ബൈ റൂട്ട് 2 എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 10 എന്ന് കിട്ടും. സോ വാട്ട് ഹാപ്പൻസ് ടു ദ ന്യൂ ഓസിലേഷൻ ഫ്രീക്വൻസി? ന്യൂ ഓസിലേഷൻ ഫ്രീക്വൻസി എന്ന് പറയുമ്പോഴത്തേക്കും ഓൾഡ് ഓസിലേഷൻ ഫ്രീക്വൻസി ഇൻറ്റു റൂട്ട് 10 ആണ്. സോ ഇറ്റ് ഇൻക്രീസസ് ബൈ എ ഫാക്ടർ ഓഫ് 10. സോ ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, അടുത്തെന്ന് പറയുന്നത് ഒരു മൾട്ടി സ്റ്റേജ് കാസ്കേഡ് ആംപ്ലിഫയറിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഇവിടെയും ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡയറക്റ്റ് നമുക്ക് ഇക്വേഷൻ അറിയാമെങ്കിൽ നമുക്ക് ഡയറക്ട്ലി ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ്. ഓക്കെ, വീണോ നമ്മൾ കാസ്കേഡ് ചെയ്യുമ്പോഴത്തേക്കും അതിന്റെ ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസിക്കും ഹയർ കട്ട് ഓഫ് ഫ്രീക്വൻസിക്ക് എന്ത് പറ്റുന്നതാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസി എന്താണ്? ഇറ്റ് വിൽ ഇൻക്രീസ്, അത് കൂടും. ഹയർ കട്ട് ഓഫ് ഫ്രീക്വൻസി കുറയും. അങ്ങനെ ബാൻഡ് വിഡ്ത്ത് കുറയും. ഓക്കെ, അതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഇവിടെ ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസി ഓക്കെ എന്ന് പറയുന്നത് ഓക്കെ
കാസ്കേഡ് കഴിയുമ്പോൾ ഉള്ള ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസിയുടെ ഫോർമുല എന്താ? ഒരു സ്റ്റേജിന്റെ ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസി ഡിവൈഡഡ് ബൈ 2 to the power 1 by n minus 1 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 40 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 2 to the power 1 by 4 minus 1. ഓക്കെ, ഇതിനെ സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എത്ര കിട്ടുമെന്ന് അറിയാമോ? 91.96 ഹെർട്സ് ആണ് കിട്ടുന്നത്. ഓക്കെ, ഇത് ചെയ്യുമ്പോഴേ ആൻസർ ഓപ്ഷൻ ഡി എന്ന് കിട്ടും. ഇതേ കൂട്ട് നിങ്ങൾക്ക് ഹയർ കട്ട് ഓഫ് ഫ്രീക്വൻസിയും കാണാം. ആഫ്റ്റർ കാസ്കേഡിംഗ് ഒരു സ്റ്റേജിന്റെ കട്ട് ഓഫ് ഫ്രീക്വൻസി ഇൻറ്റു റൂട്ട് ഓഫ് 2 raised to 1 by n minus 1 ആണ് ആൻസർ. ദാറ്റ് ഇസ് ഈക്വൽ ടു ഹയർ കട്ട് ഓഫ് ഫ്രീക്വൻസി 2 MHz തന്നിട്ടുണ്ട് ഇൻറ്റു റൂട്ട് ഓഫ് 2 to the power 1 by 4 minus 1 ആൻഡ് ആൻസർ നമുക്ക് കിട്ടുന്നത് 869.96 kilohertz എന്ന് കിട്ടും. സോ ആൻസർ ഈസ് ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ചോദിച്ചിരിക്കുന്നത് ഈ ഒരു സർക്യൂട്ടിനകത്തുള്ള ഈ ഒരു കറണ്ട് ആണ് ചോദിച്ചിരിക്കുന്നത്. ദാറ്റ് ഈസ് ദ കറണ്ട് ഫ്ലോയിങ് ത്രൂ ദാറ്റ് റെസിസ്റ്റർ. ഓക്കെ, അതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അതെങ്ങനെ ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇവിടുത്തെ ഔട്ട്പുട്ട് വോൾട്ടേജ് എങ്ങനെയാണ് കാണുന്നത്? ഇതൊരു നോൺ ഇൻവെർട്ടിംഗ് ആംപ്ലിഫയർ ആണ്. ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ഈക്വൽ ടു 1 പ്ലസ് RF ബൈ R1 ഇൻറ്റു ദാറ്റ് ഇൻപുട്ട് വോൾട്ടേജ് ആണ്. ദാറ്റ് ഇസ് ഈക്വൽ ടു 5 വോൾട്ട് തന്നിട്ടുണ്ട്. ഓക്കെ, നമുക്കിവിടെ നെഗറ്റീവ് ഫീഡ്ബാക്ക് ഉള്ളത് നമുക്ക് അപ്പൊ ഇതിനകത്തേക്ക് നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിക്കുക. അപ്പൊ ഔട്ട്പുട്ട് വോൾട്ടേജ് കിട്ടും. ഔട്ട്പുട്ട് വോൾട്ടേജ് ഇസ് ഈക്വൽ ടു 1 പ്ലസ് വാട്ട് ഈസ് ഫീഡ്ബാക്ക് റെസിസ്റ്റർ. ഫീഡ്ബാക്ക് റെസിസ്റ്റർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് 1K ആണ് തന്നിരിക്കുന്നത്. ഓക്കെ, ഡിവൈഡഡ് ബൈ R1 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 2K ഇൻറ്റു 5 കിട്ടും. സോ ആൻസർ കിട്ടുന്നത് 7.5 എന്ന് കിട്ടും. ഓക്കെ, ഹൗ വിൽ യു ഫൈൻഡ് ദ കറണ്ട്? ഇപ്പൊ കറണ്ട് എന്ന് പറയുന്നത് എന്താണ്? ഔട്ട്പുട്ട് വോൾട്ടേജ് കിട്ടി. ഓക്കെ, സോ ഈ ഒരു വോൾട്ടേജ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് അറ്റ് നമുക്ക് വെർച്വൽ ഗ്രൗണ്ട് കൺസെപ്റ്റ് യൂസ് ചെയ്യാം. ഇത് നമുക്ക് 5 വോൾട്ട് ആയിട്ട് എടുക്കാം. സോ എന്താണ്? I is equal to രണ്ട് എൻഡിലുള്ള പൊട്ടൻഷ്യൽ അപ്പൊ എത്രയായി? 7.5 മൈനസ് 5 ഡിവൈഡഡ് ബൈ 1K എന്ന് കിട്ടും. ദാറ്റ് ഇസ് ഈക്വൽ ടു 2.5 മില്ലി ആംപിയർ എന്നാണ് ആൻസർ കിട്ടുന്നത്. സോ 2.5 മില്ലി ആംപിയർ ഇസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഒരു ഐഡിയൽ ഓപ്പാമ്പിന് വീണ്ടും ഓപ്പാമ്പിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. കമ്പ്യൂട്ട് ദ കറന്റ് I1 ത്രൂ ദ റെസിസ്റ്റർ R1 അതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എഗെയിൻ ഇവിടെ നമുക്ക് എന്താണ്? നെഗറ്റീവ് ഫീഡ്ബാക്ക് ആണുള്ളത്. സോ വി ക്യാൻ അപ്ലൈ വെർച്വൽ ഗ്രൗണ്ട് കൺസെപ്റ്റ്. ആൻഡ് ഹൗ വിൽ യു കാൽക്കുലേറ്റ് ദ ഔട്ട്പുട്ട് വോൾട്ടേജ്? അപ്പൊ ഈ ഒരു 2 മില്ലി ആംപിയർ കറണ്ട് ആണ് ഇങ്ങനെ ഫ്ലോ ചെയ്യുന്നത്. ഇതിനെ കൂടി ഫ്ലോ ചെയ്യുന്ന കറണ്ട് 0 ആണ്. സോ ദാറ്റ് എൻ്റെ 2 മില്ലി ആംപിയർ കറണ്ട് വിൽ ഫ്ലോ ലൈക്ക് ദിസ്. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. നമുക്ക് ഈ ഒരു ഔട്ട്പുട്ട് വോൾട്ടേജ് കാൽക്കുലേറ്റ് ചെയ്യാം അല്ലെ? സോ ഔട്ട്പുട്ട് വോൾട്ടേജ് ഇസ് ഈക്വൽ ടു ബൈ വെർച്വൽ ഗ്രൗണ്ട് കൺസെപ്റ്റ് ഇത് 0 വോൾട്ട് ആണ്. സോ ദിസ് ഈസ് ഗ്രൗണ്ടഡ് അല്ലേ? അപ്പൊ ഇതും എന്താണ്? 0 വോൾട്ട് ആണ്. ഓക്കെ, ഈ എൻഡിലുള്ള വോൾട്ടേജ് V0 എന്ന് പറഞ്ഞെടുക്കുക. സോ ഔട്ട്പുട്ട് വോൾട്ടേജ് ഇസ് ഈക്വൽ ടു രണ്ട് എൻഡിലുള്ള വോൾട്ടേജ്, ഈ വോൾട്ടേജും ഇവിടെ റെസിസ്റ്റർ ഉണ്ട്, ഫ്ലോ ചെയ്യുന്ന കറണ്ട് അറിയാം. സോ V0 ഇസ് ഈക്വൽ ടു സിംപ്ലി 0 വോൾട്ട് മൈനസ് വാട്ട് കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ് ദാറ്റ് ഈസ് 2K ഇൻറ്റു 2 മില്ലി ആംപിയർ. അപ്പൊ നമുക്ക് എത്ര കിട്ടും? V0 നമുക്ക് കിട്ടും -4 വോൾട്ട് എന്ന് കിട്ടും. ഓക്കെ, വാട്ട് ഈസ് I2? ഞാൻ കറണ്ട് മാർക്ക് ചെയ്യുവാണ്. ഇതിലെ കൂടി ഒരു കറണ്ട് ഞാൻ മാർക്ക് ചെയ്യാണ്. ലെറ്റ് ദിസ് കറണ്ട് ഫ്ലോയിങ് ത്രൂ ഈ റെസിസ്റ്ററിനെ I2 എന്ന് ഞാൻ എടുക്കാൻ പോവാണ്. ഓക്കെ, സോ വാട്ട് ഈസ് ദ കറണ്ട് I2? I2 ഇസ് ഈക്വൽ ടു ഔട്ട്പുട്ട് വോൾട്ടേജ് V0 ബൈ 1K ആണ്. ദാറ്റ് ഇസ് ഈക്വൽ ടു എത്ര കിട്ടും? -4 മില്ലി ആംപിയർ എന്ന് കിട്ടും അല്ലേ? I2. നൗ KCL നമ്മൾ അപ്ലൈ ചെയ്യാം. ഓക്കെ, KCL അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും ഓക്കെ അറ്റ് ദിസ് നോഡ് സോറി അപ്പം ഇത് നമ്മൾ കണ്ടുപിടിച്ചത് V0 ഇസ് ഈക്വൽ ടു നമുക്ക് എന്താ കിട്ടിയത്? 0 മൈനസ് 2 ഇൻറ്റു 2 മില്ലി ആംപിയർ കിട്ടി. ദാറ്റ് ഈസ് 0 -4 വോൾട്ട് എന്ന് നമുക്ക് കിട്ടി. ആൻഡ് I2 ഓക്കെ, I2 എന്ന് പറയുന്നത് ഈ കറണ്ടാണെന്ന് ഞാൻ മാർക്ക് ചെയ്തു. ഓക്കെ, I2 നമുക്ക് കിട്ടിയത് എന്താണ്? I2 ഇസ് ഈക്വൽ ടു V0 ബൈ 1K ദാറ്റ് ഇസ് ഈക്വൽ ടു -4 മില്ലി ആംപിയർ കിട്ടി. ഓക്കെ, ഇനി നമ്മൾ KCL എളുപ്പത്തിൽ നമ്മൾ KCL അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കറണ്ട് എൻ്ററിങ് ഇസ് ഈക്വൽ ടു കറണ്ട് ലിവിങ്. ഓക്കെ, ഈ ഒരു നോഡിലേക്ക് എടുക്കുവാണെങ്കിൽ, ഈ ഒരു നോഡിലേക്ക് KCL അപ്ലൈ ചെയ്യുകയാണെങ്കിൽ കറണ്ട് എൻ്ററിങ് എന്ന് പറയുന്നത് ഈ 2 മില്ലി ആംപിയർ കറണ്ട് എൻ്റേർഡ് ആവുന്നുണ്ട് അല്ലേ? 2 മില്ലി ആംപിയർ പ്ലസ് കറണ്ട് എൻ്ററിങ് I1 ഇസ് ഈക്വൽ ടു I2. ഓക്കെ, അപ്പൊ ഇതിനകത്ത് നിന്ന് എന്ത് കിട്ടും? I1 ഇസ് ഈക്വൽ ടു -4 - 2 ദാറ്റ് ഇസ് ഈക്വൽ ടു -6 മില്ലി ആംപിയർ എന്നാണ് നമുക്ക് കിട്ടുന്ന കറണ്ട്. സോ ആൻസർ ഈസ് വാട്ട്? ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, അടുത്തെന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 17 ആണ്. ഓക്കെ, ഫോർ ദ സർക്യൂട്ട് ഷോൺ ദ ഫിഗർ ടൈം പീരിയഡ് ഓഫ് ദ ജനറേറ്റഡ് സ്ക്വയർ വേവ് ഈസ് ഗിവൺ ബൈ
ഇവിടെ നമ്മൾ ഡയറക്റ്റ്ലി അപ്ലൈ ചെയ്യുന്ന ഫോർമുല തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? ടൈം പീരിയഡ് ടി ഈസ് ഈക്വൽ ടു, നമുക്ക് എന്ത് ചെയ്യാം, ടി ഈസ് ഈക്വൽ ടു ആർ സി. ഓക്കെ, വി ക്യാൻ റൈറ്റ് ആർ സി ln 1 പ്ലസ് ബീറ്റ ഡിവൈഡഡ് ബൈ 1 മൈനസ് ബീറ്റ. ഓക്കെ, ബീറ്റ എന്ന് പറയുന്നത് ആ ഒരു ഫീഡ്ബാക്ക് വോൾട്ടേജ്. ഓക്കെ, സോ ദാറ്റ് ബീറ്റ നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ബീറ്റ ക്യാൻ ബി, ഓക്കെ വെയിറ്റ്, ഓക്കെ, സോ ഹിയർ ഞാൻ പറയാം, ദാറ്റ് ഈസ് time period is equal to 2RC ln 1 plus beta divided by 1 minus beta. Okay. And this beta യുടെ വാല്യൂ എത്ര കിട്ടും നിങ്ങൾക്ക്? 0.75 കിട്ടും. ഈസിലി നമുക്കത് കാൽക്കുലേറ്റ് ചെയ്യാം അല്ലേ? ബിക്കോസ് ആ വി റെഫറൻസ് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ വി സാറ്റ് ഇൻറ്റു ദിസ് 15. ഓക്കെ, ഈ 15 ഡിവൈഡഡ് ബൈ മൊത്തത്തിലുള്ള റെസിസ്റ്റൻസ് 20. ഓക്കെ, അപ്പൊ നമുക്ക് ആ ബീറ്റയുടെ വാല്യൂ അതിൽ നിന്ന് കിട്ടും. അതുകൊണ്ട് ഇവിടേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്കും 2RC ln കണ്ടോ, നാച്ചുറൽ ലോഗ് 1 പ്ലസ് 0.5 ഡിവൈഡഡ് ബൈ 1 മൈനസ് 0.5 എന്ന് പറയുന്നത് 7 ആണ്. സോ ആൻസർ ഈസ് ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് സ്ലീവ് റേറ്റ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. ഈ സ്ലീവ് റേറ്റ് എന്നുള്ള ക്വസ്റ്റ്യൻ നമ്മൾ ഇതേ സെയിം ക്വസ്റ്റ്യൻ തന്നെ ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഈ മൈക്രോ ഇതിന് മാത്രം മേ ബി ഒരു വ്യത്യാസം ഉണ്ടാവും. കാരണം പല പ്രാവശ്യം പി എസ് സിക്ക് തന്നെ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള സെയിം ക്വസ്റ്റ്യൻ ആണ്. ഈ ആൻസർ ഓപ്ഷനും അത് തന്നെയാണ്, ഒരു വ്യത്യാസം ഇല്ലാണ്ട് 4 ഓപ്ഷനും അതേ കൂട്ട് തന്നെയുണ്ട്. അപ്പൊ ഇതെങ്ങനെയാണ് നമുക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. ഓക്കെ, അപ്പൊ ഇവിടെ സ്ലീവ് റേറ്റിന്റെ ഇക്വേഷൻ ഡയറക്ട്ലി അപ്ലൈ ചെയ്താൽ മതി. ഇത് ഒരു ഡിഫിക്കൽട്ടിയും ഇല്ല. ഓക്കെ, ഗെയിൻ എത്രയാണ് തന്നിരിക്കുന്നത്? ഗെയിൻ ഡെസിബിൾസിലൊന്നും അല്ല തന്നിരിക്കുന്നത്, ഇവിടെ ഡയറക്ട്ലി തന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെയുള്ള ക്വസ്റ്റ്യൻ ചിലപ്പോൾ ക്ലാസ് ചെയ്തതിനകത്ത് ഗെയിൻ 40 dB എന്ന് പറഞ്ഞിട്ടായിരിക്കും നിങ്ങൾ പഠിച്ചിട്ടുള്ളത്. ഓക്കെ, ആൻഡ് ഹിയർ സ്ലീവ് റേറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 0.25 വോൾട്ട് പെർ മൈക്രോ സെക്കൻഡ് ആണ് സ്ലീവ് റേറ്റ് തന്നിരിക്കുന്നത്. സോ നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു? വി എം, ആ ഒരു സ്ലീവ് റേറ്റ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഡിസ്റ്റോഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കണ്ടീഷൻ ഇതാണ്. സ്ലീവ് റേറ്റ് ഇൻറ്റു 10⁶ divided by 2 pi f naught frequency into that gain. Okay, ഇതിനകത്തേക്ക് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദാറ്റ് ഈസ് ഈക്വൽ ടു 0.25 വോൾട്ട് പെർ മൈക്രോ സെക്കൻഡ് ഇൻറ്റു 10⁶ ഡിവൈഡഡ് ബൈ 2 pi ഇൻറ്റു 10 ഇൻറ്റു 10⁻³ ഇൻറ്റു 100. ഓക്കെ, ഇത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് സോൾവ് ചെയ്യുമ്പോഴത്തേക്കും യു വിൽ ഗെറ്റ് ദ ആൻസർ ആസ് 0.039. ഓക്കെ, 0.0398 വോൾട്ട് എന്ന് കിട്ടും. സോ ആൻസർ ഈസ് 0.0398 വോൾട്ട്. ദാറ്റ് ഈസ് ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എഗെയിൻ തന്നിരിക്കുന്ന സർക്യൂട്ടിൽ ഇൻപുട്ട് വോൾട്ടേജ് ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ഏതാണ്? വിച്ച് വൺ? കറക്റ്റ്ലി ഇത് ഡിറൈവ് ചെയ്ത് എടുക്കണ്ട, നിങ്ങൾ ആ ഒരു സ്റ്റെപ്പ് ചെയ്യുമ്പോഴത്തേക്ക് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ബെസ്റ്റ് ഡിസ്ക്രൈബ്സ് ദ ഔട്ട്പുട്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫുൾ ഒരു ഫൈനൽ ആൻസറിലേക്ക് ഒന്ന് ഡിറൈവ് ചെയ്ത് എടുക്കണ്ട, അതിന് മുമ്പ് തന്നെ നമുക്ക് ഉത്തരം കിട്ടും. ഇതിനകത്ത് ഇത് ഒരു ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട് ആണ് അല്ലേ? അപ്പോൾ അതിന്റെ ഔട്ട്പുട്ട് വോൾട്ടേജ്, ഓക്കെ, ഔട്ട്പുട്ട് വോൾട്ടേജ് ക്യാൻ ബി റിട്ടൺ ആസ് മൈനസ് ആർ എഫ്, ദാറ്റ് ഈസ് ഫീഡ്ബാക്ക് റെസിസ്റ്റർ തന്നിട്ടുണ്ട്. ഇൻപുട്ട് റെസിസ്റ്റൻസിന്റെ വാല്യൂ ഒക്കെ തന്നിട്ടുണ്ട്. ഓക്കെ, ദാറ്റ് ഈസ് 1 ബൈ ദാറ്റ് ആർ സി. ഓക്കെ, ഇന്റഗ്രൽ, ഓക്കെ, ദിസ് ഈസ് ദ ഔട്ട്പുട്ട് വോൾട്ടേജ്. ഓക്കെ, ഇന്റഗ്രൽ വോൾട്ട് വി ഐ ഡി ടി എന്ന് പറയാം. ഓക്കെ, ആൻഡ് ഓൾസോ ഇൻ വി ഐ എത്ര തന്നിട്ടുണ്ട്? T/100 എന്ന്, സോറി, T/1000 എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു, സോ വാട്ട് ഈസ് മൈനസ് ആർ എഫ്? ആർ എഫ് ഈസ് ഫീഡ്ബാക്ക് റെസിസ്റ്റർ. ഓക്കെ, ദാറ്റ് ഈസ് -2/C, അങ്ങനെ തന്നെ ഇടുക. അങ്ങനെയാണ് തന്നിരിക്കുന്നത്. ഇൻപുട്ട് 1K ഉണ്ട്. സോ C into 1. ഓക്കെ, ദാറ്റ് ഡിവൈഡഡ് ബൈ T/1000 dt. ഓക്കെ, അപ്പൊ ഇതിനെ വെച്ച് നോക്കുമ്പോൾ തന്നെ നമുക്ക് ആൻസർ കിട്ടും. ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ഓപ്ഷൻ എ ആണ്. ഫുൾ നിങ്ങൾ ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, -2C, ഇത്, സോ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, in the circuit that is consisting of ideal diodes, a sinusoidal input voltage with a peak value 30 voltage തന്നിട്ടുണ്ട്. ആ സർക്യൂട്ടിലേക്ക് കൊടുക്കുന്നു. ഏതാണ് ഔട്ട്പുട്ട് വേവ് ഫോം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ആ 2 ഹാഫ് സൈക്കിൾ നമ്മൾ നോക്കിയാൽ മതി. ഓക്കെ, അതായത് അപ്പർ ഡയോഡും ഉണ്ട്, എന്താണ് താഴെയുള്ള ലോവർ ഡയോഡും ഉണ്ട്. അപ്പർ ഡയോഡും ഉണ്ട്, ലോവർ ഡയോഡും ഉണ്ട്. അപ്പം എന്താണ് ഫസ്റ്റ് ഹാഫ് സൈക്കിൾ, അതായത് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ വരുമ്പോഴത്തേക്ക് ഏതാണ് ഡയോഡ് ഓൺ ആകുന്നത്? ഓക്കെ, ദാറ്റ് ഈസ് ഓക്കെ, D1 എന്ന് പറയുന്നത് താഴെയുള്ള ഡയോഡാണ്. D2, അപ്പൊ ഫസ്റ്റ് ദാറ്റ് ഈസ് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ വരുമ്പോഴത്തേക്കും അപ്പർ ഡയോഡ് എന്തായിരിക്കും? അപ്പർ ഡയോഡ് ഓഫ് ആയിരിക്കും. എന്നിട്ട് ലോവർ ഡയോഡ് എന്താണ്? ലോവർ ഡയോഡ് ഈസ് ഓൺ.
ഓക്കെ, ഇത് ഫസ്റ്റ് ഹാഫ് സൈക്കിൾ. അപ്പൊ എന്താ പറ്റുന്നത്? വോൾട്ടേജ് ഡിവിഷൻ അപ്ലൈ ചെയ്താൽ മതി. ഡയറക്ട്ലി നിങ്ങൾ വോൾട്ടേജ് ഡിവിഷൻ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് ഇൻപുട്ട് വോൾട്ടേജ് 30 വോൾട്ട് എന്ന് ഉണ്ട്. അപ്പൊ ഔട്ട്പുട്ട് വോൾട്ടേജ് ഡയറക്ട്ലി വോൾട്ടേജ് ഡിവിഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സിംപ്ലി ഇൻപുട്ട് വോൾട്ടേജ് ബൈ 3 എന്ന് കിട്ടും. ഇൻപുട്ട് വോൾട്ടേജ് 30 ആണ്, 30/3 ദാറ്റ് ഈസ് ഈക്വൽ ടു 10 വോൾട്ടേജ് ആണ് കിട്ടുന്നത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ നെക്സ്റ്റ് ഹാഫ് സൈക്കിൾ വരുമ്പോഴത്തേക്കും അപ്പൊ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ കറക്റ്റ് +10 വോൾട്ടേജ് കിട്ടും. പിന്നെ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ എന്താണ്? അപ്പർ ഡയോഡ് ഓൺ ആണ്. അപ്പർ ഡയോഡ് ഓൺ ആകുമ്പോഴത്തേക്ക് ലോവർ ഡയോഡ് ഓഫ് ആകും. ഇത് സെയിം വോൾട്ടേജ് ഡിവിഷൻ ആണ് അവിടെയും വരുന്നത്. സോ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ആൻസർ വിൽ ബി ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, അടുത്ത നമ്മുടെ ഡിജിറ്റലിലെ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ഡിജിറ്റലിലെ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോഴത്തേക്കും ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താ? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, എല്ലാവരും ചെയ്തിട്ടുണ്ടാവും അല്ലെ? ഡി ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ വാട്ട് എവർ ഡിയുടെ ഇൻപുട്ട്, ഈ ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഇൻപുട്ട് 1 ആണെങ്കിൽ ഔട്ട്പുട്ടും എന്തായിരിക്കും? 1 തന്നെ ആയിരിക്കും. അത് എത്ര ക്ലോക്ക് പൾസസ് കഴിഞ്ഞാലും വാട്ട് വിൽ ബി ദ ഔട്ട്പുട്ട്? ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 1 തന്നെ ആയിരിക്കും. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓപ്ഷൻ ബി ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഒരു ജോൺസൺ കൗണ്ടറിന്റെ 000 നിന്ന് തുടങ്ങുന്നു, 6 ക്ലോക്ക് പൾസ് കഴിയുമ്പോൾ എന്താണ്? ഇതും നമ്മൾ പഠിച്ച ക്വസ്റ്റ്യൻ, പഠിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ക്ലോക്ക് പൾസസ് എഴുതി ഓരോ ക്ലോക്ക് പൾസും കഴിയുമ്പോൾ അടുത്ത ഏത് സ്റ്റേറ്റിലേക്കാണ് പോകുന്നത് എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പം 0000 ആണ്. സോ ആഫ്റ്റർ ഫസ്റ്റ് ക്ലോക്ക് പൾസ് ഇറ്റ് വിൽ ബി വാട്ട്? 1000 ആയിരിക്കും. സെക്കൻഡ് ക്ലോക്ക് പൾസ് എന്ന് പറയുമ്പോഴത്തേക്ക് 0100, ദെൻ എന്താണ്? സോറി, ഇവിടെ 1. ഓക്കെ, കാണിക്കാൻ, ദാറ്റ് ഈസ് 0000 ആണ്. ഓക്കെ, ഫസ്റ്റ് ക്ലോക്ക് പൾസ് എന്ന് പറയുമ്പോൾ 100 വരും. ദെൻ ഇറ്റ് വിൽ ബി 1100, ദെൻ ഇറ്റ് വിൽ ബി 1110, ദെൻ ഇറ്റ് വിൽ ബി 0, സോറി, ദെൻ ഇറ്റ് വിൽ ബി 1111, പിന്നെന്താണ്? 0111 ആൻഡ് സിക്സ്ത് ക്ലോക്ക് പൾസിൽ ആഫ്റ്റർ റിസീവിംഗ് ദ സിക്സ്ത് ക്ലോക്ക് പൾസ് ആൻസർ വിൽ ബി 0011 ഇസ് ദ റൈറ്റ് ആൻസർ. സോ ഓപ്ഷൻസ് എ ആണ് ഇതിന്റെ റൈറ്റ് ആൻസർ. ഓക്കെ, അടുത്തെന്ന് പറയുന്നത് TTL ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. TTL സർക്യൂട്ട്സ് ഫീച്ചറിങ് ആക്റ്റീവ് ഫുൾ അപ്പ് കോൺഫിഗറേഷൻസ് ആർ ഫേവേർഡ് ഡ്യൂ ടു. എന്തുകൊണ്ടാണ് നമ്മൾ അതിനെ ഫേവർ ചെയ്യുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് നോക്കുവാണെങ്കിൽ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് നമുക്ക് വയർ ആൻഡ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, TTL നമുക്ക് വയർ ആൻഡ് ചെയ്യാൻ പറ്റില്ല. സോ ആൻസർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓപ്ഷൻ ഡി ആണ് ഇതിനകത്ത് റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഓക്കെ, സീമോസ് നമ്മൾ കമ്പാരിസൺ ടേബിളിനകത്ത് തന്നെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. സീമോസ് എന്ന് പറയുമ്പോഴത്തേക്കും അതിന്റെ ഡിസിപ്പേറ്റ് ലെസ് പവർ, ആദ്യം പറഞ്ഞിരിക്കുന്ന എ ഒക്കെ കറക്റ്റ് ആണ് അവർ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അവർ ചോദിച്ചിരിക്കുന്നത് വിച്ച് ഡസ് നോട്ട് റെപ്രസെന്റ് ക്യാരക്ടറിസ്റ്റിക്സ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിന്റെ നോയിസ് മാർജിൻ ഹൈ ആണ്, അതിന്റെ പവർ ഡിസിപ്പേഷൻ എന്ന് പറയുന്നതും എല്ലാം തന്നെ ഇറ്റ് ഈസ് ലോവർ ആണ്. സോ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ദിസ് ഹാവ് ലോ ഇൻപുട്ട് റെസിസ്റ്റൻസ്. ഇത് ഡസ് നോട്ട് റെപ്രസെന്റ് എ ക്യാരക്ടറിസ്റ്റിക്. ഓക്കെ, അതാണ് പറയുന്നത്. ലാസ്റ്റ് ഒരു ട്രാൻസ് കണ്ടക്ടൻസ് ഹൈ ആണ്, അതും ട്രൂ ആണ്. സി ആണ് അതിനകത്ത് ഫോൾസ് ആൻസർ. ഓക്കെ, അടുത്തെന്ന് പറയുന്നത് നമ്മൾ ക്ലാസ്സിൽ പഠിച്ചത് തന്നെയാണ്. ടൂസ് കോംപ്ലിമെന്റിന്റെ റേഞ്ച്. ഓക്കെ, ഒരു പോസിറ്റീവ്, മാക്സിമം പോസിറ്റീവ് നമ്പർ എത്രയാകാം, മാക്സിമം നെഗറ്റീവ് നമ്പർ എത്രയാകാം എന്നുള്ളത് നമ്മൾ പഠിച്ചതാണ്. ആൻഡ് ആൻസർ വാസ് ഓപ്ഷൻ ഡി ആയിരുന്നു അതിന്റെ റൈറ്റ് ആൻസർ. ഓക്കെ, ഓപ്ഷൻ ഡി വാസ് ദ റൈറ്റ് ആൻസർ. ഡയറക്റ്റ് ഫോർമുലയാണത്. പോസിറ്റീവിന്റെ മാക്സിമവും നെഗറ്റീവിന്റെ മാക്സിമം ടൂസ് കോംപ്ലിമെന്റിനും വൺസ് കോംപ്ലിമെന്റിനും പഠിച്ചിട്ടായിരുന്നു. ഇത് ടൂസ് കോംപ്ലിമെന്റിന്റെ ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് കൺവേർഷൻ ഓഫ് ദ എക്സസ് 3 കോഡ് ടു BCD ഈസ് നോട്ട് പോസിബിൾ യൂസിങ്. ഇതിനകത്ത് ശരിക്കും ലുക്കപ്പ് ടേബിളും ഒരു 4 ബിറ്റ് ഹാഫ് ആഡർ വെച്ചൊക്കെ എന്താണ് നമുക്ക് പറ്റും. പക്ഷെ ഒരു സോറി, 4 ബിറ്റ് ഹാഫ് ആഡർ അല്ല, 4 ബിറ്റ് ഫുൾ ആഡറും ഡിമക്സും ലുക്കപ്പ് ടേബിളും ഒക്കെ വെച്ച് നമുക്ക് പറ്റുമല്ലേ എക്സസ് 3 കോഡിനെ BCDയിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട്. ബിക്കോസ് എക്സസ് 3 കോഡിൽ നിന്ന് ആക്ച്വലി 3 സബ്ട്രാക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് BCD കിട്ടുന്നത്. ഓക്കെ, അപ്പം ഇതിനകത്ത് ഏതുകൊണ്ടാണ് നമുക്ക് ഇതിനെ പറ്റാത്തതെന്നറിയാമോ? ദാറ്റ് ഈസ് ഒരു 4, ദാറ്റ് ഈസ് ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, ദാറ്റ് ഈസ് ഒരു 4 ബിറ്റ് ഹാഫ് ആഡർ ഇൻസഫിഷ്യന്റ് ആണ്. ഓക്കെ, ഇത് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. സോ ഓപ്ഷൻ ബി ഈസ് ദ ആൻസർ. നെക്സ്റ്റ് വൺ, ഇത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് അല്ലേ? സം ഓഫ് പ്രോഡക്റ്റ് നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ്. സോപ്പ് എന്ന് പറയുന്നത് എന്തിന് ഫ്രണ്ട്ലി ആണെന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. സോപ്പ് എന്ന് പറയുന്നത് നാൻ ഫ്രണ്ട്ലി അല്ലേ? സോപ്പിനും പോസ്റ്റിനും നമ്മൾ
പ്രോബ്ലംസ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ പറയുന്നുണ്ടായിരുന്നു സോപ്പ് നാൻഡ് ഫ്രണ്ട്ലി ആണെന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. സോപ്പ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നാൻഡ് ഫ്രണ്ട്ലി ആണെന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. സോ ഓപ്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആൻസർ സി ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ. നെക്സ്റ്റ് അക്കോർഡിംഗ് ടു ഡി മോർഗൻസ് ലോ ദ നോർ ഗേറ്റ് ഈസ് ഈക്വലന്റ് ടു. ഓക്കെ, അത് നമ്മൾ ഷോർട്ട് കട്ടായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? നോർ ഗേറ്റ് എന്തിന് ഈക്വലന്റ് ആണെന്നുള്ളത്. ഓക്കെ, അത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ദാറ്റ് ഈസ് ഈ ഒരു ആൻഡ് ഗേറ്റിനെ നമുക്ക് ബബിൾ ചെയ്യുമ്പോഴാണ് നമുക്ക് നോർ കിട്ടുന്നതെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? ആൻഡിനെ, ദാറ്റ് ഈസ് ആൻഡിനെ ബബിൾഡ് ആൻഡ് വിൽ ഗീവ് യു വാട്ട് നോ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. സോ ബബിൾഡ് ആൻഡ് ആണ്. ആൻസർ ഈസ് ഓപ്ഷൻ എ ആണ്. അടുത്ത നോക്കിയേ, ഇത് നമ്മൾ ലാസ്റ്റിലെ റിവിഷൻ ടൈമിൽ നമ്മൾ ചെയ്ത പ്രോബ്ലം ആണ്. ഓക്കെ, ഒരു കെ മാപ്പ് ഉണ്ട്, അതിനകത്ത് എല്ലാ ടേംസിലും 1 1 1 ആണെങ്കിൽ ഇഫ് യു ഗ്രൂപ്പ്, ഓക്കെ, 16 സെല്ലുണ്ട്. ഓക്കെ, എല്ലാം 0 1 2 3 4 5 6, ഓക്കെ, ആ സെല്ലിനകത്ത് എല്ലാം തന്നെ ഇറ്റ് ഈസ് 1 ആണ്. സോ വാട്ട് ഈസ് ദ ആൻസർ? ആൻസർ ഈസ് 1 ആണ് അതിന്റെ ഉത്തരം. ഓക്കെ, ഓക്കെ, ഇത് നമ്മൾ ഷോർട്ട് കട്ടും വെച്ച് പഠിച്ചിട്ടുണ്ട്. അല്ലാതെ നിങ്ങൾക്ക് ലോജിക്ക് ആലോചിച്ചിട്ട് തന്നെ നമുക്ക് പറയാം അല്ലേ? ടു കൺസ്ട്രക്ട് എ 16/1 മൾട്ടിപ്ലക്സർ, 5/1 മൾട്ടിപ്ലക്സർ, എത്ര മക്സ് വേണമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ശരിക്കും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 16/5 നമുക്ക് അങ്ങനെ ഡിവൈഡ് ചെയ്യാം. ഫ്രാക്ഷൻ വരുവാണെങ്കിൽ +1 ഇട്ട് നിങ്ങൾ ആഡ് ചെയ്താൽ മതി. ഓക്കെ, ഫസ്റ്റ് അപ്പൊ ആദ്യം എന്ന് പറയുന്നത് നമുക്ക് 4 മക്സ് വേണം അല്ലെ? ടു ഹാൻഡിൽ ആ 4 മക്സ് എന്ന് പറയുമ്പോഴത്തേക്കും 20 ഇൻപുട്ട് വരും. പക്ഷെ ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്കും 16 കൂടുതലാണ്. അപ്പം ആ ഒരു 4 മക്സിന്റെ കൂടെ എന്താണ്, ബിക്കോസ് 3 മക്സ് വെച്ച് പോസിബിൾ അല്ല. ഓക്കെ, 3 മക്സ് വെച്ച് എന്ന് പറയുമ്പോഴത്തേക്കും 5 ഒരു 5/1 മക്സ് 3 എടുക്കുകയാണെങ്കിൽ 15 ഇൻപുട്ടേ വരത്തുള്ളൂ. അപ്പം മിനിമം 4 വേണം. 4 വരുമ്പോൾ 20 ഇൻപുട്ടിനകത്ത് നമ്മൾ 16 യൂസ് ചെയ്യും. ഓക്കെ, പിന്നെന്താണ്, ഒരു മക്സും കൂടി വേണം. എന്തിനാണ്? ആ ഔട്ട്പുട്ടിനകത്ത് നിന്ന് ഒരെണ്ണം സെലക്ട് ചെയ്യാം. ബിക്കോസ് മൊത്തത്തിൽ 16/1 അല്ലേ നമുക്ക് വേണ്ടത്. മൊത്തത്തിൽ നമുക്ക് 16 ഇൻപുട്ടും വേണം, ഒരു ഔട്ട്പുട്ടുമാണ് വേണ്ടത്. ഓക്കെ, 16 ഇൻപുട്ട് വേണം, 1 to up to 16. അപ്പൊ 16 ഇൻപുട്ട് കൊടുക്കാനായിട്ട് 5/1 മക്സ്, 5/1 മക്സിന്റെ ഇൻപുട്ട് 5 എണ്ണം. അപ്പൊ ഒരു 5/1 മക്സിനകത്ത് 5 എണ്ണവേ ഉള്ളൂ. അടുത്ത 5/1 5 എണ്ണം. അങ്ങനെ എത്ര എണ്ണം വേണം? 3 എണ്ണം വെച്ച് പറ്റത്തില്ല, 16 വരത്തുള്ളൂ. അപ്പം അത് തന്നെ എത്ര വേണം? 4 എണ്ണം വേണം. 1 2 3 4. ഓക്കെ, അപ്പം ഈ 4 എണ്ണത്തിന്റെ, ഓക്കെ, ആ 4 എണ്ണത്തിനും എന്തായിരിക്കും? ഓരോ ഔട്ട്പുട്ട് വീതം കാണും. 1 2 3 4. ഇനി അതിനകത്തുനിന്ന് ഒരു ഔട്ട്പുട്ടിനെ സെലക്ട് ചെയ്യണം അല്ലേ? അപ്പൊ എഗെയിൻ ടേക്ക് 5/1 മക്സ്. ആ 5/1 മക്സിനകത്ത് നമ്മൾ 4 ഇൻപുട്ട് യൂസ് ചെയ്താൽ മതി. ഓക്കെ, എഗെയിൻ അതും കൂടി യൂസ് ചെയ്യണം. അപ്പൊ ഫൈനൽ സ്റ്റേജ് എന്ന് പറയുമ്പോഴത്തേക്കും മൊത്തം എത്രയാണ്? ആൻസർ 4 + 1. സോ 5 ഈസ് ഗോയിങ് ടു ബി ദ ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇത് എല്ലാം ഡയറക്റ്റ് തിയറി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, what is the question number 31? This is processor, the number of machine cycles that are required to that are number of machine cycles in an instruction fetch will depend on എ ബി സി ഡി എന്ന എത്രയോ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. 31 എന്ന് പറഞ്ഞത് ഇറ്റ് വിൽ ഡിപ്പെൻഡ് ഓൺ ദ ടൈപ്പ് ഓഫ് ഇൻസ്ട്രക്ഷൻ. ആൻസർ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, അടുത്ത എന്താണ്? ഓപ്ഷൻ 32 ആണ്. 32 ക്വസ്റ്റ്യൻ ഷിഫ്റ്റ് ആൻഡ് ആഡ് അൽഗോരിതം ആർ യൂസ്ഡ് ഫോർ ഏതാണ്? ദാറ്റ് ഈസ് ബൈനറി മൾട്ടിപ്ലിക്കേഷൻ. സോ ആൻസർ ഈസ് അഗെയിൻ ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, now in a 4 kilobyte memory chip the number of address lines needed are, what's the answer? Again 12 ആണ് ആൻസർ. സോ ആൻസർ ഈസ് ഓപ്ഷൻ സി ആണ്. Okay. Then CISC processors have, എന്താണ് അതിന്റെ ഒരു ഫീച്ചർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ആൻസർ ഈസ് ആക്ച്വലി ഡി, വേരിയബിൾ ഇൻസ്ട്രക്ഷൻ സൈസ് ആൻഡ് വേരിയബിൾ ഡേറ്റ സൈസ് ആണ്. ഓക്കെ, ദെൻ 35th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിത്ത് റെസ്പെക്ട് ടു മൈക്രോപ്രോസസർ വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് ഫോൾസ്. ഓക്കെ, ഇവിടെ ആൻസർ ബി ആണ്. ഇതെല്ലാം തിയറി ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ദെൻ ക്യാഷ് മെമ്മറി അറിയാവുന്ന കാര്യമല്ലേ? 36. ആൻസർ ഏതാണ്? ബി. ഓക്കെ, സ്റ്റാറ്റിക് മെമ്മറി ആണ്. ക്യാഷ് മെമ്മറി ഓഫ് എ മൈക്രോ പ്രോസസർ ഈസ് വിച്ച് വൺ? ആൻസർ ബി ഈസ് ദ റൈറ്റ് ഓപ്ഷൻ. ദെൻ ദ അഡ്രസ്സിംഗ് മോഡ് മൂവ് എ ബി ഇൻ എ മൈക്രോ പ്രോസസർ ഈസ് ഏതാണെന്നാണ് ചോദിച്ചത്. ഇതും ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. രജിസ്റ്റർ അഡ്രസ്സിംഗ് ആണ് അല്ലേ? ഓക്കെ, സോ 37ന്റെ ആൻസർ ഈസ് ഓപ്ഷൻ എ. ദെൻ ഡി എം എ പ്രോസസർ എന്താണ്? ഡി എം എ അതും ഡയറക്റ്റ് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ആൻസർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡയറക്റ്റ് മെമ്മറി ആക്സസ് ആണ്. ഓക്കെ, ദാറ്റ് ഈസ് ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ?
Okay, DRAMs are used as a primary memory. A is the right answer. Okay, then 40 stack pointer. പോയിന്റ് ചെയ്യുന്നത് എന്താണ്? ഓക്കെ, ലാസ്റ്റ് ഫിൽഡ് ലൊക്കേഷൻ ഓഫ് എ സ്റ്റാക്ക് ആണ് സ്റ്റാക്ക് പോയിന്റർ പോയിന്റ് ചെയ്യുന്നത്. ഓക്കെ, സോ അഗെയിൻ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഓക്കെ, അടുത്തത് സിഗ്നൽസിന്ന് ക്വസ്റ്റ്യൻ ഞാൻ നോക്കിയിട്ട് എല്ലാം സിമ്പിൾ ആയിരുന്നു. അതായത് ഫോർമുലാസ് ഒക്കെ തന്നെ ഡയറക്റ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഏത് ഫംഗ്ഷനാണ് ഫോറിയർ ട്രാൻസ്ഫോമും ലാപ്ലാസ് ട്രാൻസ്ഫോമും സെയിം ആയിട്ടുള്ളത്? വേറെ ഒന്നിനും അല്ല, ഇമ്പൾസിനാണ്. ആൻസർ 1 അല്ലെ? ഇമ്പൾസ് ഫംഗ്ഷനാണ്. ഇതിന്റെ എല്ലാ ആൻസേഴ്സും എന്താണ് സെയിം ആയിട്ട് വരുന്നത്. ഓക്കെ, എല്ലാ ട്രാൻസ്ഫോംസിന്റെ സെയിം ആയിട്ട് വരുന്നത്. സോ ആൻസർ ഈസ് ഓപ്ഷൻ ഡി. ഫോറിയർ ട്രാൻസ്ഫോം e⁻ ut യുടെ ലാപ്ലാസ് അല്ല ചോദിച്ചിരിക്കുന്നത്, ഫോറിയർ ട്രാൻസ്ഫോം ആണ്. ആൻഡ് ആൻസർ ഈസ് ഓപ്ഷൻ ബി ആണ്. ഓക്കെ, ഓക്കെ, ഹിയർ ഇത് എ ആണ്. ദിസ് ഈസ് എ. ഓക്കെ, 1/a+j⍵ ആണ് റൈറ്റ് ആൻസർ. അടുത്തത് ഡിഫറൻസ് ഇക്വേഷൻ. ഓക്കെ, ഇതും ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. 43യുടെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ഇക്വേഷൻ ഈസ് റെപ്രസെന്റിങ് an FIR ഫിൽറ്റർ. ഓക്കെ, പിന്നെ ഇസഡ് ട്രാൻസ്ഫോം ഓഫ് എക്സ് യു ഓഫ് ന്റെ ഇസഡ് ട്രാൻസ്ഫോം ആണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഈസ് ഓപ്ഷൻ ഡി. ഓക്കെ, okay, next impulse signal is delayed by 5 unit of time and added with the original impulse. Resultant signal എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഈസ് ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. Then h of t is equal to e⁻ - t സിസ്റ്റം സ്റ്റേബിൾ ആണോ? തീർച്ചയായിട്ടും സ്റ്റേബിൾ ആണല്ലേ, ബിക്കോസ് അതൊരു ഡിക്രീസിങ് ഫംഗ്ഷൻ ആണ്. ഓക്കെ, സോ ഏരിയ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അതിന് നമുക്ക് integrable value തന്നെയാണ്. That is, we can say the system is stable. So answer is option A. Okay, then അടുത്തെന്ന് പറയുന്നത് എന്താണ്? ഫണ്ടമെന്റൽ ഫ്രീക്വൻസി ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, റേഡിയൻസ് പെർ സെക്കൻഡ് ആണ്. സോ 50 ഉണ്ട്, 100 ഉണ്ട്, 200 ഉണ്ട്. സോ ഫണ്ടമെന്റൽ ഫ്രീക്വൻസി ഈസ് വാട്ട്? 50 ഈസ് ദ ഫണ്ടമെന്റൽ ആൻസർ. ഓക്കെ, സോ 47 ആൻസർ ഈസ് ഓപ്ഷൻ ബി. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് സിഗ്നൽസ് ഇത് ചോദിച്ചിരിക്കുന്നില്ല. ഇവിടെ ഒരു ടി നോട്ട് ആയിരുന്നു, ഒരു കറക്ഷൻ ഉണ്ടായിരുന്നു. കണ്ടീഷൻ ഫോർ പീരിയോഡിസിറ്റി അത് നിങ്ങൾ പഠിക്കുന്നല്ലേ? എക്സ് ഓഫ് ടി എപ്പോഴാണ് പീരിയോഡിക് എന്ന് പറയുന്നത്? എക്സ് ഓഫ് ടി ഷുഡ് ബി ഈക്വൽ ടു എക്സ് ഓഫ് ടി പ്ലസ് ടി നോട്ട്. ടി നോട്ട് എന്ന് പറഞ്ഞാൽ ഫണ്ടമെന്റൽ ടൈം പീരീഡ് ആണ്. സോ ആൻസർ ഈസ് ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. അടുത്ത ഔട്ട്പുട്ട് ഓഫ് എ സിസ്റ്റം ഈസ്, ഓക്കെ, ഇത് ടൈം വേരിയന്റ് ആണോ? അതിനകത്തൊന്ന് നോക്കിയാൽ മനസ്സിലാവും എന്താണ്. ഇറ്റ് ഈസ് ലീനിയർ ടൈം ഇൻവേരിയന്റ് ആണ് ആൻസർ. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് ഇതല്ല. ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് എഗെയിൻ വാട്ട്? ടി സ്ക്വയർ യു ഓഫ് ടി. ഇതും സിമ്പിൾ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇതിന്റെ ഫോർമുല ആയിട്ട് തന്നെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. സോ ആൻസർ ഈസ് ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. ഇതാണ് ഫസ്റ്റ് 50 ക്വസ്റ്റ്യൻസ്. താങ്ക് യു.